സൈലന്റ് ലേണിംഗ് എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഇതാ നാളെ നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ സ്ലൈഡ് നമ്മുടെ ചാനലിൽ, നമ്മുടെ വാട്സാപ്പ് ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാ മക്കളും എന്ത് ചെയ്യുക, വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എല്ലാ മക്കളും എന്ത് ചെയ്യുക, ആദ്യം തന്നെ പോയി ആ ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ സ്ലൈഡ് നമ്മുടെ ആ ചാനലിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ചാനലിലോട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ആ ചാനലിനകത്ത് നമ്മുടെ ഈ ഒരു PDF അവൈലബിൾ ആയിരിക്കും. അപ്പൊ മക്കൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യുക. യെസ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ നാളത്തെ എക്സാമിനേഷൻ മക്കളെ കയറാൻ പാടില്ല. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസമായിട്ട് മിനി മാരത്തോൺ എടുത്തിട്ടുണ്ട്. ആ മിനി മാരത്തോണിൽ നമ്മൾ ഇതേ ടോപ്പിക് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതല്ല എങ്കിൽ സൂപ്പർ 60യിൽ നമ്മൾ ഈ ടോപ്പിക് എല്ലാം ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഉറപ്പായും ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന സൂപ്പർ 60യിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ഈ ടോപ്പിക്കൊക്കെ നമ്മൾ അവിടെ ഒന്നും കൂടെ പൊടി തട്ടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നമ്മുടെ ക്ലാസ്സിലൂടെ കിടക്കുകയാണ്. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ തുടങ്ങിയിട്ട് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിലാണ് നമ്മൾ അവസാനിക്കാനായിട്ട് പോകുന്നത്. യെസ്, വേവ് ഒപ്റ്റിക്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക് എന്താണ്, ഹൈഗൻ പ്രിൻസിപ്പിൾ. മക്കളെ പഠിച്ചിട്ട് പോകുക. ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് റിഫ്രാക്ഷനും ലോ ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോകുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അവിടുന്ന് പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്കാണത്. അതിന്റെ സ്ലൈഡ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം വരുന്ന അടുത്ത ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്താണ്, അത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എഴുതി പഠിക്കുക, ഫിഗർ വരയ്ക്കുക. ആ ഡെറിവേഷൻ മക്കൾ നിങ്ങൾ എല്ലാവരും എഴുതി പഠിക്കുക. ഈ പറയുന്ന ഡെറിവേഷന്റെ എല്ലാം കൺസെപ്റ്റും അതേപോലെ തന്നെ ഫൈനൽ ഇക്വേഷനും നിങ്ങൾ മനഃപ്പാടമാക്കുക. കാരണം അത് മാത്രം മതിയാവും നമുക്ക് എന്ത് ചെയ്യാൻ, എക്സാമിനേഷൻ ജയിക്കാനായിട്ട്. റെഡി അല്ലേ? അതിന്റെ സ്ലൈഡ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെഡി? യെസ്, ഈ ഒരു ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അവസാനത്തെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ച് വരിക. ഇതിനകത്ത് ഒരു ഇക്വേഷൻ കൂടെ വരുന്നുണ്ട്. ആ ഇക്വേഷൻ കൂടെ ഞാൻ എഴുതുകയാണ്. യെസ്, 1/f = പ്രോബ്ലം ചെയ്യുന്ന ആവശ്യം വരുന്നത് 1/f = n2 - n1 / n1 × 1/r1 മൈനസ് എന്താണ് 1/r2. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചു വെച്ചേക്കുക. റെഡി? ഇതിന് ശേഷം വരെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രിസം ആണ് അല്ലെ, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിന്റെ ഡെറിവേഷനും അതേപോലെ അതിന്റെ ഫൈനൽ ആൻസർ മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ടതാണ്. അത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി. റെഡി? അടുത്ത എന്താണ്, അതേ ചാപ്റ്ററിൽ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. പിന്നെ സാധ്യതയുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഏറ്റവും സാധ്യതയുള്ള എന്താണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അതല്ല ഈ ടെലസ്കോപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഫിഗർ വരക്കാൻ പഠിക്കണം. അതേപോലെ തന്നെ അതിന്റെ മാഗ്നിഫിക്കേഷൻ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം പോകാൻ. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്താണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന്, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന നാളത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ആ സ്പെക്ട്രത്തിൽ വരുന്ന ഓരോ റേഡിയോ വേവ്സ്, അതേപോലെ മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ്, അതേപോലെ വിസിബിൾ റൈസ്, അൾട്രാ വയലറ്റ്, എക്സ് റൈസ്, ഗാമ റൈസ്, ഇതിന്റെ ഒക്കെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒന്നും പറ്റിയില്ല എങ്കിൽ അതിന്റെ യൂസുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നോക്കിയിട്ട് വേണം പോകാൻ. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ സ്വന്തം AC ആണ്. AC-യിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് എന്താണ്, നമുക്കറിയാം 3 സർക്യൂട്ട് ഉണ്ട്, റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് പിന്നെ ഇൻഡക്ടർ. 3 സർക്യൂട്ടിന്റെ ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാ. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫേസർ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ LCR സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ മക്കളെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഇമ്പിഡൻസിന്റെ ആ ഒരു ഡെറിവേഷൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഡെറിവേഷൻ മക്കളെ നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യണം, എല്ലാ മക്കളും പഠിച്ചിട്ട് പോയി. Z = √r² + XL - XC എന്താണ്, ദ ഹോൾ സ്ക്വയർ. ഈ ഡെറിവേഷൻ എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ലോസസ് മക്കളെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിനുശേഷം വരുന്നത് അടുത്ത എന്താണ്, AC ജനറേറ്റർ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുന്നതാണ് AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കണം. അതേപോലെ തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കണം. പിന്നെന്താണ്, അതിന്റെ ഡെറിവേഷൻ E = E0 sin ωt എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാനായിട്ട്.
റെഡി അല്ലേ? അപ്പൊ എ സി ജനറേറ്റർ ആണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. പിന്നീട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് നമ്മുടെ എന്താണ് ആ ബാക്ക് ഇ എം എഫിനെ കുറിച്ച് നോക്കിയിട്ട് പോവാ. 1 മാർക്കിന് അവിടെ നിന്ന് ചോദിക്കുന്നതായിരിക്കും. ബാക്ക് ഇ എം എഫ് അല്ല, ലെൻസസ് ലോ, അത് നോക്കിയിട്ട് പോവാ. അവിടെ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ലെൻസസ് ലോ ഓഫ് കൺസർവേഷൻ എന്താണ്, എനർജിയാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന് തൊട്ടുമുമ്പ് ചാപ്റ്റർ എന്താണ്, മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ ആണ്. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട 2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. അത് 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങളുടെ എക്സാം പേപ്പറിൽ കാണാം. അതല്ല എങ്കിൽ നിങ്ങൾ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി, എല്ലാ മക്കളും എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകാം. മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി എല്ലാവരും നോക്കിയിട്ട് പോകാം. ആ 2 ടോപ്പിക്ക് നിങ്ങൾ നോക്കിയിട്ട് പോകണം, മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. റെഡി? അടുത്തതായിട്ട് വരുന്നത് ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം ആണ്. ഏത് ചാപ്റ്റർ ആണ്? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സിനകത്ത് ആംപീരിയൻ സർക്യൂട്ടൽ തിയറവും അതിന്റെ ആപ്ലിക്കേഷന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്, യെസ്, ഒരു കറണ്ട് ക്യാരി സ്ട്രേറ്റ് കണ്ടക്ട് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. പറ്റുന്നവരുണ്ടെങ്കിൽ ആ സർക്കുലർ കോയിലിന്റെ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക്സിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, ഈ ഒരു ടോപ്പിക്കിനാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈമിലായതുകൊണ്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ നോക്കിയിട്ട് പോയിട്ട് എന്താണ്, ജംഗ്ഷൻ റൂളും അതേപോലെ തന്നെ ലൂപ്പ് റൂളും അതുമായിട്ട് ബന്ധപ്പെട്ട് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ആ ഒരു ഡെറിവേഷനും ആ ഫൈനൽ ആൻസർ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പിന്നെ ഓംസ് ലോയും പറ്റുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാ. REC റോ എൽ ബൈ എ വെച്ച് ഒരു പ്രോബ്ലവും ചോദിക്കാം. റെഡി അല്ലേടാ? അതിനുശേഷം വരുന്നത് അടുത്ത ചാപ്റ്റർ എന്താണ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണല്ലേ. സെക്കൻഡ് ചാപ്റ്ററിനകത്ത് എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ആണ്. എല്ലാ മക്കളും പഠിച്ചിട്ട് പോവാ. എക്സ്പ്രഷൻ ഫോർ എന്താണ്, കപ്പാസിറ്റൻസ്. പറ്റുന്നവരുണ്ടെങ്കിൽ സീരീസും പാരലും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ചോദിക്കാം. ഞാൻ ഒരു പ്രോബിലിറ്റി കാണുന്നത് എന്താണ്, എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ആണ്. അതെല്ലാ മക്കളും എന്ത് ചെയ്യുക, ആ ഫൈനൽ ആൻസറും മീഡിയം വെച്ച് കഴിയുമ്പോൾ കപ്പാസിറ്റൻസ് ഉണ്ടാകുന്ന മാറ്റവും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാ. ദെൻ ലാസ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഒരു സ്പെറിക്കൽ സ്പിയർ അല്ലെ, ചാർജ്ഡ് സ്പെറിക്കൽ സ്പിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇൻസൈഡ് ഔട്ട്സൈഡ്, പിന്നെന്താണ് സർഫസ് ഓഫ് ദി സ്പിയർ. അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാ. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്ക്. ഇതിന്റെ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാരോട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ജയിക്കാൻ ബെമ്പിൾ കൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലെ അടിപൊളി വീഡിയോസ് വരാം. മറക്കരുത്. സൂപ്പർ 60 നമ്മൾ തകർക്കും, പൊളിക്കും, മിന്നിക്കും. പിന്നെ അല്ലാതെ. ബൈ ബൈ.